അപ്പൻ എന്റെ ഷൂ എടുത്ത് പിടിച്ചിരിക്കുന്നു. ഇത് അതൊരു കാലിലും ഇത് മറ്റേ കാലിലും ഇട്ട് നോക്കിട്ട് നമുക്ക് പറയാം. രണ്ടും ഒരെണ്ണം എടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ടിഷ്യൂ നനച്ചിങ്ങനെ ചുറ്റി വയ്ക്കണം. നമ്മുടെയൊക്കെ ഓരോരോ മണ്ടത്തരങ്ങൾ കൂടെയുള്ള ആണുങ്ങളുടെ പോക്കറ്റിലേക്ക് തിരികും. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പം വണ്ടിക്ക് ചെറിയൊരു പണി കിട്ടി. കാക്കയുടെ ഹലോ ഗൈസ്, എന്നാ ഉണ്ട്? ഇന്നിതാ ഞങ്ങൾക്കൊരു ഷോപ്പിംഗ് ഡേ ആണ് കേട്ടോ. ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പൊ. പക്ഷെ കുഞ്ഞിപ്പണ്ണിനെ നമുക്ക് സ്കൂളിൽ പോയി ഇപ്പൊ പിക്ക് ചെയ്യണം. എന്നിട്ട് ഇന്ന് കുഞ്ഞിപ്പണ്ണിനുള്ള ഷൂ ഹണ്ടിങ് ആണ് ഗൈസ്. ഷൂ ഹണ്ടിങ് അതാണ് മെയിൻ കാര്യം. പിന്നെ കുറച്ച് അല്ലറ ചില്ലറ ഷോപ്പിംഗ്, വീട്ടിലേക്കുള്ളത് കുടുംബപരമായ ഷോപ്പിംഗ്. അപ്പൊ നേരെ കുഞ്ഞിപ്പണ്ണിനെ പിക്ക് ചെയ്തിട്ട് കാണാം. ബൈ. ദാ നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് വന്നിട്ടുണ്ട്. കുഞ്ഞിപ്പെണ്ണ് ഒരു ഹായ് പറഞ്ഞേ. ഹായ് പറ, ഉറക്കെ പറ. ഹൗ ആർ യു ചോദിക്ക്. ഓക്കെ, അപ്പൊ നമുക്കിനി വേഗം അമ്മേനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. അമ്മ ഫ്രീ ആണെങ്കിൽ അമ്മേനെയും പൊക്കാം. അതാണല്ലോ അതിന്റെ ഒരു ശരി. എന്ത് പറയുന്നു? അപ്പൻ എന്റെ ഷൂ എടുത്ത് പിടിച്ചിരിക്കുന്നു. എന്റെ അല്ല, കുഞ്ഞാപ്പിയുടെ ഹലോ കിറ്റി. ഇത് റിട്ടേൺ ചെയ്തിട്ട് ഇതിന്റെ ചെറുത് മേടിക്കണം. റോച്ച് മേടിച്ച് ഭയങ്കര വലുതായി പോയി. അപ്പയും അമ്മയും ദാ വന്നിരിക്കുന്നു. അമ്മ ഒരു ഹായ് കൊടുത്തേ. അപ്പൊ അപ്പയും അമ്മയും ഒക്കെ നമ്മുടെ അടുത്തേക്ക് വന്നു. നമുക്കിനി വേഗം വാൾമാർട്ടിലേക്ക് പോവാം അല്ലേ അപ്പേ? അവളുടെ ചെരുപ്പയിലും അപ്പ ചവിട്ടിയോ? കുഞ്ഞിപ്പെണ്ണാണോ പറഞ്ഞേ? അമ്മയാണോ പറഞ്ഞേ? വെറുതെ അവിടെ എങ്ങാനും കിടന്ന് ഉറങ്ങിയ പോരായിരുന്നോ? എന്തിനാ ഇങ്ങോട്ട് വന്നേപ്പോ ഷോപ്പിങ്ങിന്? എന്താന്നറിയില്ല ഗൈസ്, അമ്മ അപ്പയൊക്കെ ഉള്ളപ്പോ ഒരു ഓളമാണ്. എനിവേസ് ഞങ്ങൾ ആ വാൾമാർട്ടിലേക്ക് എത്തി. വാൾമാർട്ടിന്റെ ബോർഡൊക്കെ കാണാവോ എന്തോ. ഓക്കെ, അങ്ങനെ വാൾമാർട്ടിലേക്ക് എത്തി. നമ്മൾ ആദ്യം തന്നെ ഷൂ റിട്ടേൺ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഷോപ്പിങ്ങും പരിപാടികളും ഒക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതായിരിക്കും ഗൈസ്. ഞങ്ങള് റിട്ടേൺ ഒക്കെ ചെയ്തിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും അമ്മയും ചിക്കും എതിലെയോ പോയി. വിളിച്ചു നോക്കാമെന്ന് വിചാരിച്ചപ്പോൾ അപ്പയുടെ കയ്യിൽ അമ്മയുടെ ഫോൺ ഇരിക്കണേ. അടിപൊളി. ഇനി ഈ വാൾമാർട്ട് മുഴുവൻ കറങ്ങി നടന്ന് അമ്മേനെയും കൊച്ചിനെയും നമുക്ക് കണ്ടുപിടിക്കണം. എന്താലേ കഥ. നമ്മുടെയൊക്കെ ഓരോരോ മണ്ടത്തരങ്ങൾ. എനിക്കും എൻ്റെ അമ്മയ്ക്കും ഒക്കെ ഉള്ള സൂക്കേടാണ്. പുറത്തിറങ്ങിയാൽ ഞങ്ങളാരും പേഴ്സ് എടുക്കില്ല. കൂടെയുള്ള ആണുങ്ങളുടെ പോക്കറ്റിലേക്ക് തിരികും നമ്മുടെ പേഴ്സും ഫോണും ഒക്കെ. അതുകൊണ്ട് മിസ്സിങ് ഒക്കെ കണ്ടുപിടിച്ചിട്ട് വരാം. അതെ, നമ്മുടെ കാൽക്കുലേഷൻ കറക്റ്റ്. ഇവിടെയുണ്ട്. ഇവിടെ ഇത് ചെറുതാണോ? ഇത് ടൈറ്റാ. ഇത് പെട്ടെന്ന് ടൈറ്റായി പോകും കുട്ടോപ്പി. ഇത് 9 അല്ലേ? 11 വേണം. 11 കൊച്ചിന് 11 ആണ് സൈസ്. അതെങ്ങനെ പിങ്കും ഓറഞ്ചും ഒക്കെയാണ് അതിന്റെ ഫേവറേറ്റ് കളർ. അതുകൊണ്ടാണ്. ഇത് നല്ലതാണല്ലോ. പക്ഷെ 13 ആണ് സൈസ് ഉള്ളൂ പപ്പ. 2 അടിപൊളി. അത് ഇല്ല. ഇത് 11 മമ്മ. എടി ഇത് നല്ല കളറാടി. പർപ്പിൾ എനിക്ക് ഇഷ്ടമല്ല. അത് വലിയ പാടായിരുന്നു. കണ്ടാ, ഇത് ഇഷ്ടപ്പെട്ടില്ല. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. പിന്നെ അത് ഇടൂല. എടി അതിനകത്ത് ഗ്ലേസിംഗ് ഒക്കെ ഉണ്ട്, ലൈറ്റിംഗ് ഒക്കെ ഉണ്ട്. അതെടുത്താലോ? ഇതാ പർപ്പിളിനകത്ത്. പക്ഷെ ഇതിനകത്ത് 11 ഉണ്ട്. ഇത് വേറെ ഇല്ലടാ. ഇല്ല, ഇവളുടെ സൈസിനുള്ളൊന്നുമില്ല. അതാണ് ഏറ്റവും വലിയ പാട്. അത് 13. അപ്പോൾ ഭയങ്കര വലുതായിരിക്കും. ഇതുമാണ് ശക്തി കണ്ട് എടുത്തു വെച്ചത്. ഇത് വലിയ കുഴപ്പമില്ല. ഇത് ഭയങ്കര ഗ്ലിറ്റർ. ഇത് വലിയ കുഴപ്പമില്ല. ഇത് അതൊരു കാലിലും ഇത് മറ്റേ കാലിലും ഇട്ട് നോക്കിയിട്ട് നമുക്ക് പറയാം. അതെ, അപ്പയുടെ ഒരു കോമഡി പൊളിച്ച്. ഈ കാലിൽ മറ്റേ കൂടെ ഉണ്ട്. ഏതാ ഭംഗിന്ന് നോക്കാം നമുക്ക്. ഒരെണ്ണം എടുക്കോളൂ. ലിറ്റിൽ ബിറ്റ് ടൈറ്റ് ആണോ? ഇതാ ടൈറ്റ് അല്ലടാ, ഇത് ലൂസാ. പക്ഷെ ഈ ഷൂ ഇച്ചിരി ലൂസാക്കുള്ളതാണ് നല്ലത്. ഏതാ വേണ്ടത് എന്നിട്ട് കുഞ്ഞിപ്പെണ്ണിന്? ഈ ഷൂസാണോ വേണ്ടത്? റൈറ്റ് ഓർ ലെഫ്റ്റ്? റൈറ്റ്. എന്നാ റൈറ്റ് എടുത്തോളി. ഇങ്ങനത്തെ ഒക്കെ നീ ഇടുവോടി? എനിക്ക് ഇങ്ങനത്തെ ഒക്കെ പിള്ളേരിടുന്ന കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ആ കൊച്ചങ്ങനത്തെ ഒന്നും ഇടില്ല. ഇങ്ങനത്തെ ആടി. എടി കുഞ്ഞിപ്പെണ്ണ ഇങ്ങനത്തെ വേണോടി? രസമല്ലേ കാണാൻ? ഉടുപ്പിലൊക്കെ ഇടാം. പ്രിൻസസ് ഉടുപ്പൊക്കെ ഇടുമ്പോ ഇടാം. സോക്സ് ഊരിയിട്ടിട്ട് നോക്കണം. ആടി എന്ത് ക്യൂട്ടാന്ന് നോക്കിയാറു. നമുക്കിത് മേടിക്കാറു. പ്രിൻസസ് ഉടുപ്പൊക്കെ ഇടുമ്പോ ഇടാം. ലൂസാണോ? അല്ല, കറക്റ്റാ പൊന്നെ. ഞങ്ങള് പച്ച തിന്നണ. പച്ചയാണ് ഞങ്ങൾക്ക് ഇഷ്ടം. ഞങ്ങൾ ഒത്തിരി പഴുത്തത് കഴിക്കില്ല. ചെല്ലുമ്പോ തന്നെ കഴുകണം. തണുത്ത വെള്ളത്തിൽ കഴുകി കളയണം മൊത്തം. തണുത്ത വെള്ളത്തിൽ കഴുകണം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ടിഷ്യൂ നനച്ചിങ്ങനെ ചുറ്റി വയ്ക്കണം. പഴുക്കൂല? പെട്ടെന്ന് പഴുത്തു പോകില്ല. ഓക്കെ, അതൊരു നല്ല ട്രിക്കാണല്ലോ.
സവാള വേണ്ടവർ വന്ന് മേടിക്കൂ. 4.97 സാധനം ഇപ്പം 2.97 ഉള്ളൂ കേട്ടോ. നല്ല ഒരെണ്ണം നോക്കിയെടുത്ത് തന്നെ പാപ്പ. എല്ലാം നല്ലതാ. എല്ലാം നല്ലതാണോ? ആ ഇത് കുഴപ്പമില്ല, എല്ലാം നല്ലതാ, എടുത്തോളി. സെറ്റ്. 10 രൂപ ഞാൻ നോക്കി. എനിക്കിതൊന്നും നോക്കാറിയില്ല. ഞാൻ ഒരുപാടൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും പൊട്ടയായിരിക്കും എടുത്തുകൊണ്ട് പോകാൻ പോണത്. അതിവിടെ ഇല്ല. ചേട്ടാ ലൗസ് ഇട്ടെന്ന്. ആക്ച്വലി ഷീ ലൗസ്, അതിനാണ് അവൾ മേടിച്ച് കൂട്ടണത്. ഓക്കെ വാട്ടേവാ. ഇത് ചാരോ റൂട്ട്. പണ്ടത്തെ ആൾക്കാർ കാച്ചിൽ പുഴുങ്ങി തിന്നാൻ ജീവിച്ചെന്നും പറഞ്ഞിട്ട് അമ്മ ദേ എടുക്കുന്നതാണ് കേട്ടോ. മറ്റേ നൊസ്റ്റു കാച്ചിൽ. ഇത് പുഴുങ്ങിയിട്ട് ഉടച്ചിട്ട് ഫ്രൈ ആക്കും ഞാൻ. പൊട്ടറ്റോയും കൂടെ ഇട്ട് കട്ട്ലറ്റ് സെറ്റായിരിക്കും. അപ്പ ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ട് കുഞ്ഞിപ്പെണ്ണിനെ. അപ്പയാണ് ഇനി പുഷ് ചെയ്യാൻ പോകുന്നത് അല്ലേ? ബിക്കോസ് ഹി ലവ്സ് യു. അയ്യോ, നീ എന്തുവാടി വെച്ച ഇവിടെ ചെയ്തോണ്ടിരിക്കണേ? ഓ, അതിനെ ഫീഡ് ചെയ്യുവാണ്. ഇത് എന്നെ സാധനം അടി വെച്ചേ? അതിനെ ഏതാണ്ടൊക്കെ ഇട്ട് ഫീഡ് ചെയ്യണ്ടേ? സാൻഡാണോ അതിന്റെ വായിലേക്ക് വെച്ച് കൊടുക്കുന്നത്? അല്ല, അത് സാൻഡിലിട്ട് ഉറ്റി അതിന്റെ അകത്ത് മുഴുവൻ സാൻഡാണ്. കളയുന്ന രംഗമാണ് കാണുന്നത്. വെരി നൈസ്. Yeah, look at the Steve, right? Yeah. It's not Steve. മൈൻക്രാഫ്റ്റിന്റെ ഹാപ്പി മീലാണ് ഇപ്പൊ പിള്ളേരെ പറ്റിക്കാൻ. കടക്കാർ കുറെ ലാഭം ഉണ്ടാക്കും അല്ലേ ആരോ? വെറുതെ അങ്ങ് നിൽക്കും, എടുത്തങ്ങ് വെച്ചേ പപ്പാ. എന്നെ ചോട്ടുകൊള്ളിട്ടുണ്ടോന്നായിരുന്നു. പിന്നെ അല്ലാണ്ട് ഞാൻ അമ്മേനെ മാത്രമല്ല വിളിച്ചത്, അപ്പയും കൂടി വന്നത് കൊണ്ട്. അയ്യോ, ഇതിന് ഭയങ്കര വെയിറ്റാ പപ്പ. ഞാൻ സിമ്പിളാന്ന് വിചാരിച്ചു. ഒരു സീരിയലിന്റെ ബോക്സ് എങ്കിലും ഞാൻ എടുത്തു വെച്ചില്ലേ, മോശമല്ലേ? ഞങ്ങളങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി. ഞാൻ അപ്പം പരിപാടി അപ്പം ഇങ്ങനെ ഒരു ചായ കിട്ടുമോന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു. മകളായതുകൊണ്ട് എനിക്ക് നല്ല വിശ്വാസമുണ്ട് കിട്ടൂല. അതൊക്കെ വെറുതെ പറയണ അപഖ്യാതികളാണ് ഗൈസ്, അപഖ്യാതികളാണ്. ഞാൻ ചായ ഒക്കെ കൊടുക്കാറൊക്കെ ഉണ്ട്. ഇന്നലെ തന്നില്ലേ ഇപ്പൊ ചായയും ചപ്പാത്തിയും കറിയും? ആ പിന്നെ എന്നാണ് ഇന്ന് എന്താ അപ്പയ്ക്ക് വേണ്ട? ചായയും ചപ്പാത്തിയും കറിയും വേണോ? ചായയും ചോറും? ചായയല്ല, സോറി, ചായ ഉണ്ടാക്കി തന്നു ഇന്നലെ അമ്മേ. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പം വണ്ടിക്ക് ചെറിയൊരു പണി കിട്ടി. കാക്കയൊന്ന് വണ്ടിയിൽ ഒരു പണി പടതു. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വണ്ടിയൊക്കെ ഒന്ന് വാഷ് ചെയ്ത് കുട്ടപ്പനാക്കി വെക്കാന്ന്. പിള്ളേരെ അതാ കുമ്മോണിൽ കൊണ്ടാക്കിയിട്ടാണ് കേട്ടോ ഞാൻ വണ്ടി വാഷ് ചെയ്യാൻ വന്നിരിക്കണേ. ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ നല്ല രസമുണ്ട്. ചിലപ്പം റെഡ് ലൈറ്റ്, ചിലപ്പോൾ ബ്ലൂ ലൈറ്റ്, അങ്ങനെയൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. അതുകൊണ്ട് എടുത്തതാണ് ഈ വീഡിയോ. പിന്നെന്താ, ഇത് എസ്സോയിലാണ് കേട്ടോ ഞാൻ വണ്ടി വാഷ് ചെയ്യാൻ വന്നിരിക്കുന്നത്, ടച്ച്ലെസ്. അപ്പൊ അടിപൊളിയായിട്ട് വാഷ് ചെയ്ത് തരട്ടെ അല്ലേ? കാക്ക പണി പറ്റിച്ചതൊക്കെ കളഞ്ഞു തരട്ടെ. വണ്ടിയൊക്കെ സുന്ദര കുട്ടപ്പനാക്കിയിട്ട് ഇനി പോയി പിള്ളേരെ പിക്ക് ചെയ്യണം. ആ അടിപൊളിയല്ലേ? മഞ്ഞയും പച്ചയും ചുമപ്പും നീലയും പർപ്പിളും ഒക്കെ ഉണ്ട് കേട്ടോ കളർ ലൈറ്റ്സ് ഇവിടെ. ഓ അടിപൊളിയായിട്ട് പവർ വാഷ് ആണ് ഗൈസ്, പവർ വാഷ്. ഓ സൂപ്പർ. ഒച്ച നിങ്ങൾക്ക് കേൾക്കാവോന്ന് എനിക്കറിയില്ല കേട്ടാ. ഇനിയിപ്പോ ബാക്കിലായിരിക്കും നിങ്ങൾ. ആ അതെ, ബാക്കിലൊക്കെ അടിപൊളിയായിട്ട് കഴിയുന്നുണ്ട്. സെറ്റാണല്ലേ? കറങ്ങി വരൂ കേട്ടോ. അത് ഫുള്ള് കറങ്ങി ഇങ്ങനെ വരുന്നതാണ് എൻ്റെ വിശ്വാസം. എവിടെയാണോ എന്തോ കറങ്ങണില്ലേ? കറങ്ങി വരുന്നുണ്ട്. ഈ സൈഡാണ് തോന്നുന്നു. സെറ്റല്ലേ? നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എസ്സോലെ വാഷിംഗ് സൂപ്പർ. ഇനി ട്രൈ കളറാണ്. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം. നല്ല ഇങ്ങനെ ട്രൈ കളറിൽ പോകട്ടോ. കണ്ട നല്ല രസമുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ടൈപ്പ് ഓഫ് കാർ വാഷിംഗ്. എന്തോ ഒരു റിലാക്സേഷൻ മൈൻഡാണ് എനിക്കിത്. കഴുകി പോവാണ് കേട്ടോ. ഇവിടെ വാഷിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ വണ്ടി ഉണക്കാനുള്ള ഒരു സ്ഥലമുണ്ട് കേട്ടോ. അതാണ് ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഉണക്കക്കുഴൽ, 2 സൈഡിലും ഉണ്ട് കേട്ടോ. അപ്പൊ അതിൽ കൂടെ വണ്ടി ഉണക്കിക്കൊണ്ടിരിക്കാം നമുക്ക്. പിന്നെ അവിടെ കാണുന്നത് ടൈം ഫ്രെയിം ആണ്. ഇപ്പൊ 40 സെക്കൻഡ് കൂടെയാണ് നമുക്ക്. മൊത്തം 1 മിനിറ്റും 10 സെക്കൻഡും ആണ് കേട്ടോ തരുന്നത് എസ്സോയില്. അപ്പൊ അതും കൊണ്ട് വണ്ടി ഉണങ്ങുമെന്ന് ചോദിച്ചാൽ ഉണങ്ങുമൊന്നുമില്ല. പിന്നെ നമ്മള് ഉണങ്ങിയ പോലെയൊക്കെ അങ്ങ് പോവും. പിന്നെ ഇനി ചൂടത്തേക്ക് തന്നെയല്ലേ വണ്ടി ഇറങ്ങണേ, അതുകൊണ്ട് അങ്ങ് ഉണങ്ങിക്കോളൂന്ന് വിചാരിക്കാം. ഇപ്പൊ ബാക്കിലാണ് കേട്ടോ ഉണക്കുന്നത്. നിങ്ങൾക്ക് കാണാമെന്നറിയില്ല. അതാണ് കേട്ടോ ഇപ്പൊ ഉണക്കിക്കൊണ്ടിരിക്കുന്ന ബാക്കിലാണ്. നമുക്ക് 10 സെക്കൻഡോടെ ഉള്ളൂ നമുക്ക് ഇറങ്ങാൻ ഗൈസ്. ഇല്ലെങ്കിൽ ചിലപ്പോൾ വണ്ടി അടഞ്ഞു പോകും. വണ്ടി വാഷിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ ഇറങ്ങിയിട്ടുണ്ട്. വണ്ടി സെറ്റായി നോക്കാം ഗൈസ്.
കാക്കയുടെ കാക്ക പറ്റിച്ച പണിയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ബാക്കി നമുക്ക് സെറ്റായോ നോക്കാം. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പിന്നെ ഇനിയും നമ്മൾ കാണേണ്ടവരായതുകൊണ്ട്, കാണാനുള്ള സാധ്യത ഉണ്ടാവാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് കാണാം ഗൈസ്. ബൈ.